മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. CPM നിയന്ത്രിത സഹകരണ സ്ഥാപനമായ റേഡ്കോയിൽ ട്രേഡ് യൂണിയനുകൾ സ്ഥാപനത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ചെയർമാൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ട്രേഡ് യൂണിയനുകൾക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. ഈ കാര്യത്തിൽ INTUCയും CITUവും തമ്മിൽ ബൈ ബന്ധമാണ്. ട്രേഡ് യൂണിയനുകൾ പൊതുവിഷയങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് സന്തോഷകരമായ കാര്യമാണ്. അവർ സമരം ചെയ്യുന്നതിലും എതിർപ്പില്ല. എന്നാൽ അത് സ്ഥാപനത്തിന്റെ സ്ഥിതി പരിഗണിച്ചുകൊണ്ടാവണം. തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും സ്ഥാപനമാണ് റേഡ്കോ. മാനേജ്മെന്റുകൾ 5 വർഷം കൂടുമ്പോഴാണ് മാറി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാപനത്തിനെതിരെ ചില തൊഴിലാളികൾ വാർത്ത ചമച്ച് മാധ്യമങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. 4 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് കുടിശ്ശികയായി കൊടുക്കാനില്ല. 2 മാസത്തെ ശമ്പളം കൊടുക്കാനുമുണ്ട്. പ്രതിസന്ധി മറികടക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വേണ്ടത്. ഇതിനായി വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരവില്ലാത്തതും ചെലവ് കൂടുന്നതുമാണ് റേഡ്കോയിൽ പ്രതിസന്ധി ഉണ്ടാകാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് തരണം ചെയ്യുന്നതിന് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്നും ഇതോടെ സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 4 മാസമായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല എന്ന പ്രചരണമാണ് എൻ്റെ മാധ്യമ സുഹൃത്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 2 മാസമുള്ളത് ശരിയാണ്. ഇവിടെ റേഡ്കോ രക്ഷപ്പെടണമെങ്കിൽ, ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ വരവുണ്ടാവണം. വരവ് ഉണ്ടായാൽ മാത്രമേ അത് രക്ഷപ്പെടുത്താൻ പറ്റൂ. അതിനു വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പദ്ധതികളുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് ജീവനക്കാർ പലരും സന്നദ്ധരാണ്. എന്നാൽ അത്തരം പദ്ധതികളോട് വേണ്ടത്ര സഹകരണാത്മകമായ ഒരു മനോഭാവം അവിടെ 2 ട്രേഡ് യൂണിയനുകളുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് പലകുറി ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചതാണ്. ഇപ്പോഴും ഞങ്ങൾ അവരുടെ നേതാക്കളോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിലും ഞങ്ങൾ പറയുന്നത്, ഈ സ്ഥാപനം ജീവനക്കാരുടേതാണ്. ഈ സ്ഥാപനം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ എല്ലാവരും കൂടി യോജിച്ച് പ്രവർത്തിക്കണമെന്നുള്ള കാര്യവും മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ കാരണം, ഏത് വാർത്തയും, സ്ഥാപന വിരുദ്ധമായ ഏത് വാർത്തയും, ദയവായി വല്ല വസ്തുതകളുണ്ടോ എന്ന് ഒരു വാക്ക് എന്നോട് ചോദിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ദയവായി അങ്ങ് ഓരോരുത്തരും കാണിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്ഥാപനവുമായി സഹകരിക്കാതെ നിൽക്കുന്ന ചില ആളുകളുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല. സർക്കാർ സഹായങ്ങൾ റേഡ്കോവിന് ലഭിക്കുന്നുമുണ്ട്. കൃഷിവകുപ്പ് ഉൾപ്പെടെയുള്ളവയിൽ നിന്നും കുടിശ്ശിക ലഭിക്കാനുമുണ്ട്. ഇക്കാര്യത്തിൽ മന്ത്രിമാരുമായി ചർച്ച നടത്തിവരികയാണെന്നും M. സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.